എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ സെറ്റിൻ്റെ 2-3 ടൈപ്പ് സെറ്റിനെ കുറിച്ച് പഠിച്ചു. പ്രധാനപ്പെട്ട ഒരു നൾ സെറ്റ് അല്ലേ, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്, അതിനെ കൊണ്ട് പഠിച്ചു. പിന്നെ ഫൈനൈറ്റ് സെറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്, ഇതും പഠിച്ചു. ഇനി അടുത്ത് നമ്മൾ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിലേക്ക് കിടക്കുകയാണ്, അതായത് സബ്സെറ്റ്സ്. സെറ്റിൻ്റെ വേറൊരു വിഭാഗമാണ് സബ്സെറ്റ്സ്. സബ്സെറ്റിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 സെറ്റ് ഞാൻ എടുക്കുന്നു, എക്സ് ആൻഡ് വൈ. എക്സ് വൈ. എക്സ് ഞാൻ പറയുന്നു സെറ്റ് ഓഫ് ദി സ്റ്റുഡൻസ് in your school, and y is the set of students in your class. X is the set of the students in your school and y is the set of the students in your class. Then I can say y is a subset of x. Set y is the subset of x. അതെങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാം? y is a subset of x. ഇതാണ് സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? വൈയിൽ ഒരു എലമെന്റ് ഉണ്ടാവും, ആ എലമെന്റ് എക്സിലെയും കൂടി എലമെന്റ് ആയിരിക്കണം. എല്ലാ വൈ എലമെന്റ്സും, വൈയിലുള്ള എല്ലാ എലമെന്റ്സും എക്സിലുള്ള എലമെന്റ്സ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് സബ്സെറ്റ് ആവുള്ളൂ. തിരിച്ച് എക്സ് വൈയുടെ സബ്സെറ്റ് ആവുമോ? ആവില്ല. കാരണം സ്കൂളിലെ എല്ലാ കുട്ടികളും വൈയിലെ കുട്ടികളല്ല, അല്ലേ? അപ്പോൾ അത് പറയാൻ പറ്റില്ല. ചില കേസിൽ അത് ആയിരിക്കും. അത് നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് പറയാം. അപ്പോൾ ഇതിനെയാണ് സബ്സെറ്റ് എന്ന് പറയും. ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സും അടുത്ത വേറൊരു സെറ്റിലെ എലമെന്റ് ആണെങ്കിൽ ആദ്യത്തെ സെറ്റിനെ രണ്ടാമത്തതിൻ്റെ സബ്സെറ്റാന്ന് പറയും. ഓക്കെ, വേറൊരു അതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാൻ? അപ്പോൾ എക്സ് വൈയുടെ സബ്സെറ്റ്, അല്ലെങ്കിൽ ഒരു സെറ്റ് വേറെ ഒന്നിൻ്റെ സബ്സെറ്റ് ആവാനുള്ള അതിനുള്ള ഡെഫിനിഷൻ എന്താണ്? ഇഫ് എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് എക്സ്. എങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ എക്സ് ഇസ് എൻ എലമെന്റ് ഓഫ് ഞാനൊരു സെറ്റ് എഴുതുകയാണ്. എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4 and B is 2, 3, 4 അല്ലേ? അപ്പൊ നമുക്ക് ബിയിലെ എല്ലാ മെമ്പേഴ്സും എയിലുണ്ട്. അപ്പൊ ബി is a subset of A. But A is a subset of B? No, A is not a subset of B. വേറൊന്നും കൂടി പറയാം. A is a subset of A, we know that. But എയിലുള്ള എല്ലാ മെമ്പറും ബിയിലില്ല, ഒരു മെമ്പർ കുറവാണ്, അല്ലേ? അതിനെ നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ. എയിനെ പറയുന്നത് സൂപ്പർ സെറ്റ്. ഇതിനെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. ബി അപ്പോൾ പ്രോപ്പർ സബ്സെറ്റ് ആണ്. ആൻഡ് എനെ പറയുന്ന പേര് സൂപ്പർ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര സബ്സെറ്റ് ഉണ്ടാക്കാം? നമുക്ക് കുറെ എത്ര വേണമെങ്കിൽ സബ്സെറ്റ് ഉണ്ടാക്കാം. നമുക്കറിയാം സെയിം എ ഇസ് എ സബ്സെറ്റ് ഓഫ് എ. പിന്നെ phi is also a subset of A. അതുകൂടാതെ നമുക്ക് എത്ര സെറ്റ് ഉണ്ടാക്കാം? സെറ്റ് 1 അല്ലേ, 2, ഇതൊക്കെ എന്താണ്? എയുടെ സബ്സെറ്റ് ആണ്. 3, 4 ഇതൊക്കെ എന്താണ്? എയുടെ സബ്സെറ്റ് ആണ്, അല്ലേ? അപ്പൊ ഈ ഒരു മെമ്പർ മാത്രമുള്ളതിനെ പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ്. അപ്പോ എത്ര മെമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്, അത് നമ്മൾ എഴുതാം. എല്ലാ സബ്സെറ്റും. അപ്പോൾ എന്താണ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ എല്ലാ മെമ്പേഴ്സും വേണം, അല്ലേ? അല്ലെങ്കിൽ ബിയിലെ എല്ലാ മെമ്പറും എയിലുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കുറേ സബ്സെറ്റുകൾ എഴുതാം അങ്ങനെ. അപ്പോൾ അങ്ങനെ എത്ര സബ്സെറ്റുകൾ എഴുതാൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, എ ഇസ് ഈക്വൽ ടു 1, 2, 3. അപ്പൊ എയുടെ സബ്സെറ്റ് ഏതൊക്കെയാ? സബ്സെറ്റ്സ് ഏതൊക്കെയാ? എ തന്നെ ഒരു സബ്സെറ്റ് ആണ്. പിന്നെ 5. ഇത് 5 എന്നാണ് ഇതിന്റെ ഇത് ഗ്രീക്ക് ആൽഫബറ്റ് ആണ് ആക്ച്വലി 5.
പക്ഷെ അത് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യാനാണ്. എം ടി സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റ് ആണെന്ന് പറഞ്ഞു. അതുകൂടാതെ നമുക്ക് കുറേ 1 ഇതൊരു സബ്സെറ്റ്, ഇതൊരു സബ്സെറ്റ്, ഇതൊക്കെ ഓരോ സബ്സെറ്റാണ്. പിന്നെ 1 2, പിന്നെ 2 3, പിന്നെ 1 3 അല്ലേ? സെയിം സെറ്റാണ് നമ്മൾ എഴുതി. അപ്പോൾ എത്ര സെറ്റ് ഉണ്ട്? 1 2 3 4 5 6 7 8 സബ്സെറ്റ് കിട്ടി. അപ്പോൾ ഇത് പ്രോപ്പർ സബ്സെറ്റ് അല്ല, ബാക്കിയെല്ലാം പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയും. അപ്പോൾ ഇതിനെ ഇത്രയും സെറ്റുകൾ ഉണ്ടാക്കി. അപ്പോൾ ഇതിന് എത്രയുണ്ട്? ഇതിനൊരു ഫോർമുലയുണ്ട്. ഇപ്പം മെമ്പേഴ്സ്, ഹൗ മെനി മെമ്പേഴ്സ് ആർ there? n of a is equal to 3. അപ്പോൾ ഇതിന് എത്ര സബ്സെറ്റ് കിട്ടി? 2 ക്യൂബ് സബ്സെറ്റ് 8 കിട്ടി. അതിനെ പവർ സെറ്റ് എന്ന് പറയും. പവർ ഓഫ് എ, അതായത് എത്ര സബ്സെറ്റുകൾ ഉണ്ടോ അതിൻ്റെ നമ്പറിനെ, അതിൻ്റെ എലമെൻറ്റ് 2 raised to നമ്പർ ഓഫ് എലമെൻറ്റ്സ് ചെയ്താലാണ് അതിൻ്റെ പവർ ഓഫ് എ കിട്ടുക. എത്ര സബ്സെറ്റ് ഉണ്ട് അത് ഡിനോട്ട് ചെയ്യുന്നതാണ് പവർ ഓഫ് എ. ഓക്കെ, ഇത് വേറൊരു പോയിന്റാണ് പവർ സെറ്റ്. ഓക്കെ, പവർ സെറ്റ്, സബ്സെറ്റ്, പവർ സെറ്റ്, ഇതിന് പവർ സെറ്റ് എന്ന് പറയും. ഈ സെറ്റ് എല്ലാം അടങ്ങിയതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഈ സബ്സെറ്റുകളെല്ലാം അടങ്ങിയതിന് പവർ സെറ്റ് എന്നാണ് പറയും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? എത്ര മെമ്പേഴ്സ് ഉണ്ട്? 2 raised to നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ സെറ്റ്. അങ്ങനെയാണ് നമ്മൾ പി ഓഫ് എ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ റിയൽ നമ്പേഴ്സിൻ്റെ ഇൻ്റർവെൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഓക്കെ, ഇൻ്റർവെൽസ്, ഓപ്പൺ ഇൻ്റർവെൽ ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ്. എങ്ങനെയാണ് ഇൻ്റർവെൽസ് പറയുന്നത്? ഇൻ്റർവെൽസ്, റിയൽ നമ്പേഴ്സിൻ്റെ ഇൻ്റർവെൽ, ഇത് നമുക്ക് വേറെ ഇനി നിങ്ങൾ അങ്ങോട്ട് എത്തുമ്പോൾ ചില ആവശ്യമുണ്ട്. ഇതിവിടെ അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലെങ്കിലും ഇത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. അപ്പോൾ ഒരു റിയൽ നമ്പേഴ്സ്, നിങ്ങൾക്കറിയാം റിയൽ നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സും റാഷണലും ഇറാഷണലും എല്ലാം കൂടിയ ഒരു റിയൽ നമ്പറാണ്. അപ്പം ഇത് ഡിനോട്ട് ചെയ്യുന്നതാണ് ഓപ്പൺ ഇൻ്റർവെൽ എ ബി. ദിസ് ഈസ് ഓപ്പൺ ഇൻ്റർവെൽ. ഇങ്ങനെ ഇത് ബ്രാക്കറ്റ്. ഇത് ഡിനോട്ട് ചെയ്യുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ. ഓക്കെ, ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് എ ബി. എന്താണ് ഇതിൻ്റെ മീനിങ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ, ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ഇട്ടാ ഓപ്പൺ ഇൻ്റർവെൽ -1 -1 3 എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ഇൻ്റർവെല്ലിൽ -1ഉം 3ഉം ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ്. അതേപോലെ ക്ലോസ്ഡ് ഇൻ്റർവെൽ -1 3 എന്നാണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? ക്ലോസ്ഡ് ഇങ്ങനെയാണെങ്കിൽ -1ഉം 3ഉം ഇൻക്ലൂഡ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇനി വേറെ തരത്തിൽ പകുതി ക്ലോസ് ചെയ്തത് ഇങ്ങനെയാണെങ്കിൽ -3 5 എന്നാണെങ്കിൽ -3 ഇൻക്ലൂഡഡ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ 5. അണ്ടർസ്റ്റുഡ്? ഇനി ഒരു ഭാഗം മാത്രം ക്ലോസ്ഡ് ആണെങ്കിൽ -3 5 ഇങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ മീനിങ്? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഗ്രേറ്റർ ദാൻ -3, 3 ഇൻക്ലൂഡഡ് അല്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇന്റർവെൽ. ഓക്കെ, ഇനി ഇന്റർവെല്ലിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. b-a, ഒരു ഇന്റർവെല്ലിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ് b-a. ക്ലോസ്ഡ് ഇന്റർവെല്ലിന്റെ ആയാലും ഓപ്പൺ ഇന്റർവെല്ലിന്റെ ആയാലും ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന രീതി b-a, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കും. അപ്പം ഇത്രയാണ് ഈ സബ്സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഇപ്പോൾ നിങ്ങൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. അത് കുറച്ചും കൂടി വലുതാക്കിയിട്ട് നമ്മൾ മിസ്ലേനിയസ് എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ പറയാം. ഓക്കെ, താങ്ക് യു.